നമസ്കാരം. കേരള ഗൈഡിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരു ലാബ് ടെക്നീഷ്യൻ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനത്തെയാണ് ഞങ്ങൾ ഇന്ന് കേരള ഗൈഡിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പാലക്കാട് ജില്ലയിൽ വടക്കംചേരിയിലുള്ള ശ്രീ സായി നഴ്സിംഗ് സ്കൂൾ ആൻഡ് മെഡിക്കൽ ടെക്നോളജി. ശ്രീ സായി നഴ്സിംഗ് സ്കൂളിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ശ്രീ സായി നഴ്സിംഗ് സ്കൂളിലെ ടീച്ചർ ശാലൻ തോമസ് നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. കേരള ഗൈഡിലേക്ക് സ്വാഗതം. എത്ര നാളായി ഈ ഒരു സ്ഥാപനം നടത്തി വരുന്നു? 16 വർഷമായിട്ട് ഇവിടെ ശ്രീ സായി നഴ്സിംഗ് സ്കൂൾ ഉണ്ടല്ലേ. ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ലഭിക്കുന്ന സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള എക്സാമുകളാണ് ഇവിടെ നടത്തുന്നത് കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്ത് എക്സാം ആണ് ഇവിടെ നടത്തുന്നത്? അവര് മിഡ്വൈഫറി അസിസ്റ്റന്റിന്റെ എക്സാം ആണ് നടത്തുന്നത്. നമ്മള് 2 വർഷ കോഴ്സാണ്. അപ്പം ഫസ്റ്റ് ഇയർ ഒരു എക്സാം ഉണ്ട്, അത് അനാട്ടമി ആൻഡ് ഫിസിയോളജി അതിൽ വരുന്നത്. സെക്കൻഡ് ഇയർ വന്നിട്ട് മിഡ്വൈഫറി അസിസ്റ്റന്റിന്റെ എക്സാം ഇട്ടിട്ട് അവർ നമുക്ക് 2 വർഷത്തെയും കൂടെയുള്ള സർട്ടിഫിക്കറ്റ് തരും. ഇപ്പൊ ഈ പാലക്കാട് ജില്ലയില് വേറെ എക്സാം സെന്റേഴ്സ് ഉണ്ടോ? ഇത് അല്ലാതെ CTTC ഇല്ല, പാലക്കാട് ജില്ലയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ശ്രീ സായി മാത്രമേ ഉള്ളൂ പാലക്കാട് ജില്ലയിൽ. ഓക്കെ, കൊള്ളാം. ഇപ്പം ഇതിന്റെ ഈ ഒരു കോഴ്സ് പറഞ്ഞല്ലോ, അതല്ലാതെ മറ്റെന്തെല്ലാം കോഴ്സുകളാണ് ഇപ്പോ ഈ വർഷം തൊട്ട്? വിബോക്ക് UGC അഫിലിക്കേഷനോടുകൂടി അംഗീകൃതമായിട്ടൊരു കോഴ്സ് ഉണ്ട്, MLT കോഴ്സ് 3 വർഷത്തെ. അതുകൂടാതെ നമ്മൾ 2 വർഷത്തെ MLT കോഴ്സും നടത്തുന്നുണ്ട്. അത് CTTCയുടെ അംഗീകാരത്തോടെ 2 വർഷത്തെ കോഴ്സ് നടത്തുന്നത്. പിന്നെ ANM കോഴ്സ് 2 വർഷത്തെ നഴ്സിംഗ് കോഴ്സ്, അതും CTTCയുടെ അംഗീകാരമാണുള്ളത്. എംബസി അറ്റസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഗൾഫിലൊക്കെ UK ഇവിടെ പഠിച്ച പിള്ളേരൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഈ ബിവോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓം സ്റ്റെർലിംഗ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമാണ്.
ഇത്രയും കാലം ഇപ്പൊ 16 വർഷമായി എന്ന് പറഞ്ഞല്ലോ, ഈ 16 വർഷത്തിനിടയ്ക്ക് എത്ര സ്റ്റുഡൻസ് ഇവിടുന്ന് പാസ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും? അതിൽ എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും? ഏകദേശം ഒരു 1500 പിള്ളേരോളം ഇവിടുന്ന് ജോലിക്ക് പോയിട്ടുണ്ട്. 1500 പേരുണ്ട്. ഓക്കെ, എല്ലാരും പ്ലേസ്ഡ് ആണ് അല്ലേ? ആ, ഏകദേശം കൂടുതലും എവിടേക്ക് ആയിരിക്കും ഒരു പ്ലേസ്ഡ് ആവുന്നത്? നമ്മള് കൂടുതലും സ്റ്റൈഫൻഡ് ഈ സാലറി ബേസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നത് തമിഴ്നാട് മേഖലകളിലാണ്. നമ്മുടെ ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലാതെ വരുന്നതുകൊണ്ട് കുറച്ച് കുറവാണ് കേരളത്തിൽ. അപ്പൊ നമ്മൾ കോയമ്പത്തൂര്, സേലം അങ്ങനെയുള്ള ക്യാമ്പസ് സെലക്ഷനോട് കൂടിയാണ് പിള്ളേരെ വിടുന്നത്. ഓക്കെ, അപ്പൊ ക്യാമ്പസ് സെലക്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഇവരുടെ ഫീസ് തന്നെ നഴ്സിംഗ് ഫീസ് തന്നെ 40% അവർ പഠിക്കുമ്പോൾ അടയ്ക്കുന്നുള്ളൂ. പിന്നെ അവർക്ക് നമ്മൾ ജോലി വാങ്ങിച്ചു കൊടുക്കുകയാണ് ക്യാമ്പസ് ഇന്റർവ്യൂടെ. അപ്പൊ ഒരു 10 രൂപ അവർക്ക് എല്ലാ ഇതും കഴിഞ്ഞിട്ട് കൈ വരുമ്പം അത് നമുക്ക് ഫീസായിട്ട് 60% അവർ അടയ്ക്കുന്നത്. ഒരുപാട് പാവപ്പെട്ട പിള്ളേരെ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ മൊത്തം ഫീസ് വരുമ്പം അവർക്ക് താങ്ങില്ല. അന്നേരം നമ്മൾ അങ്ങനെയാ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വലിയൊരു സേവനം തന്നെയാണ്. 40% അവരിപ്പോ അടയ്ക്കുന്നുള്ളൂ. പിന്നെ 60% ജോലി കിട്ടിയിട്ട് നമ്മൾ തന്നെ അത് തന്നെ ഉറപ്പല്ലേ, ജോലി വാങ്ങിച്ചു കൊടുക്കണം. ക്യാമ്പസ് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ അവർക്ക് ഒരു 15 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ 10 വെച്ച് ഇവിടെ അടച്ച ഒരു 4 മാസം കഴിയുമ്പോൾ പാസ്സാവും. ഓക്കെ, എന്തായാലും ടീച്ചർ ഞങ്ങളിവിടെ വരുമ്പോൾ ഭയങ്കര ബിസി ആയിരുന്നു. ആ തിരക്കിനിടയ്ക്കും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് വളരെയധികം നന്ദി. ശ്രീ സായി നഴ്സിംഗ് സ്കൂള് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. ശ്രീ സായി നഴ്സിംഗ് സ്കൂളിലെ കോഴ്സിന്റെ വിശേഷങ്ങൾ ടീച്ചർ തന്നെ നിങ്ങളടുത്ത് പങ്കുവച്ചല്ലോ. ഇതുപോലെ വ്യത്യസ്തമായതും പുതുമയാർന്നതുമായ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കേരള ഗൈഡ് വീണ്ടും എത്തുന്നതായിരിക്കും. കാണാം. നന്ദി.